നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം. കുടുംബത്തിൻ്റെ വിളക്കാണ് ഈ നക്ഷത്രക്കാർ. കുടുംബത്തിൻ്റെ വിളക്കായ ഈ നക്ഷത്രജാതകരെ കെടുത്താൻ നോക്കേണ്ട, കെട്ടുപോകില്ല. ഇവരുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുവാൻ നോക്കേണ്ട. ഫലജ്യോതിഷത്തിൽ ഈ നാളുകാരെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ശുക്രൻ 7-ൽ നിന്നാൽ സമ്പത്തും ഒപ്പം സൗന്ദര്യവും സമ്പത്തുള്ളവളെ ഭാര്യയായി ലഭിക്കുമെന്ന് പറയും. ശുക്രൻ 12-ൽ നിന്നാൽ ശയനസുഖവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും. ഉറപ്പായും ഈ നക്ഷത്രജാതകർ ധനികരാകും, വിദ്വാനാകും. വിദേശ രാജ്യത്ത് സഞ്ചാരം ചെയ്യുവാനുള്ള ഭാഗ്യം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. ഈ നക്ഷത്രജാതകർക്ക് ചില കുഴപ്പങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ പരിഹാരം തീരെ ഇല്ല എന്ന് പറയുവാനും കഴിയില്ല. ഈ നക്ഷത്രജാതകർക്ക് ഗൃഹനിർമ്മാണം തുടങ്ങി വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. ആരൊക്കെയാണ് ആ ഭാഗ്യമുള്ള, എല്ലാ രീതിയിലും ജീവിതത്തിൽ ഉയരത്തിലെത്തുന്ന നക്ഷത്രജാതകരെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരി അമ്മയ്ക്ക് ശർക്കര പായസം നേദിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ജീവിതത്തിലെ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുവാൻ, സമ്പത്തും സമൃദ്ധിയും ഉണ്ടാകുവാൻ അത് കാരണമായേക്കാം. ഈ നക്ഷത്രജാതകരുടെ 40 വയസ്സിനു മേലിൽ ഇവർ 4 വീടുകൾ വയ്ക്കും. അതിനുവേണ്ടി ഈ നക്ഷത്രജാതകർ പരിശ്രമിച്ചാൽ ഇവർക്ക് ഒരുപാട് സാധ്യതകൾ ഈ നക്ഷത്രജാതകർക്ക് മുന്നിൽ ഉണ്ടാകും. എല്ലാ രീതിയിലും സമൃദ്ധി, ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ കഴിയുക. തടസ്സങ്ങളിൽ നിന്നും ഒക്കെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുള്ള ഈ നക്ഷത്രജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ കാലങ്ങളാണ് വരാനിരിക്കുന്നത്. അത്രയേറെ സൗഭാഗ്യമാണ് ഈ നക്ഷത്രജാതകർക്ക് ഇനി ഉണ്ടാകാൻ പോകുന്നത്. ഒരുപാട് സങ്കടങ്ങൾ ഈ നക്ഷത്രജാതകർക്കുണ്ടായിരുന്നു. ഒരുപാട് വിഷമതകൾ ഇവർക്കുണ്ടായിരുന്നു. ഒന്ന് പൊട്ടിക്കരയുവാൻ, ആരോടെങ്കിലും ആ സങ്കടമൊന്ന് പറയുവാൻ ആഗ്രഹിച്ച് ആരെയും കിട്ടാതെ വിങ്ങി കരഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ ഈ നക്ഷത്രജാതകർക്കുണ്ടായിരുന്നു. മാറുകയാണ്, എല്ലാം മാറുകയാണ്. സമ്പത്തും സമൃദ്ധിയും വരാൻ പോകുകയാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പോകുകയാണ്. ആ ഭാഗ്യമുള്ള നക്ഷത്രജാതകർ ഇവർ തന്നെയാണ്. പൂരം പിറന്ന പുരുഷനും മകം പിറന്ന മങ്കിയും. ഈ 2 നക്ഷത്രജാതകരെ ആദ്യം ഞാൻ എടുത്തു പറയട്ടെ. ഇവർക്കിനി സമൃദ്ധിയുടെ കാലഘട്ടമാണ്. ഇനിയുമുണ്ട് നക്ഷത്രജാതകർ. പക്ഷേ എനിക്ക് ഒന്നാമതായി പറയുവാനുള്ളത് പൂരം പിറന്ന പുരുഷനും മകം പിറന്ന മങ്കിയും കുറിച്ചാണ്. ഇവർ രക്ഷപ്പെടും. കുടുംബത്തിൻ്റെ വിളക്കാണ് ഈ നക്ഷത്രജാതകർ. പലരും ഈ നക്ഷത്രജാതകരെ കെടുത്തുവാൻ നോക്കിയിട്ടുണ്ട്. കെട്ടുപോകില്ല, നിങ്ങൾ തളർന്നു പോകുകയേ ഉള്ളൂ. ഇവരെ ദ്രോഹിക്കാൻ നോക്കേണ്ട, നിങ്ങൾ തളരുകയേ ഉള്ളൂ. ഇവർ രക്ഷപ്പെടും. ഒരുപാട് ഉയരത്തിൽ ഈ നക്ഷത്രജാതകർ എത്തിയിരിക്കും. നിങ്ങൾ എന്ത് ദോഷം ഇവർക്കെതിരെ ചെയ്താലും ഇവർക്കത് ഏൽക്കില്ല. അത്രയേറെ സൗഭാഗ്യമാണ്, നിലവിളക്കാണ്. ഇവർ എന്ത് കാര്യം വിചാരിക്കുന്നുവോ അതിവർ നേടിയെടുത്തേ മടങ്ങൂ എന്നത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഭാഗ്യങ്ങൾ ഒരുപാടാണ് വന്നു ചേരുന്നത്. ഇനിയുമുണ്ട് നക്ഷത്രജാതകർ. അവരിൽ മറ്റൊരു നക്ഷത്രജാതകൻ രേവതി നക്ഷത്രമാണ്. വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്ന രേവതി നക്ഷത്ര ജാതകർക്ക്
ഒരു ലോട്ടറി ഭാഗ്യം വന്നു ചേരും. നിസ്സാര തുകയ്ക്കൊന്നും അല്ല അവർ ലോട്ടറി എടുക്കുന്നത്. പക്ഷേ ഇനി അങ്ങോട്ട് അടിക്കുവാനുള്ള സാധ്യത ഇവരിൽ കാണുന്നു. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുവരെ ലോട്ടറി അടിച്ചില്ല എന്നൊക്കെ ഒരു മട്ടിലിങ്ങനെ പോയിട്ടുണ്ട്. ഇനി ഈ കുടുംബത്തിൻ്റെ വിളക്കായ ഒരുപാട് തിളക്കമാർന്ന ഈ നക്ഷത്രജാതകർക്ക്, രേവതി നക്ഷത്രജാതകർക്ക് ഭാഗ്യക്കുറി അടിച്ചിരിക്കും. അടുത്ത നക്ഷത്രം ചതയമാണ്. ഭാഗ്യാനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന നക്ഷത്രമാണ്. ജീവിതത്തിൽ വിജയിക്കേണ്ട നക്ഷത്രമാണ്. ഒത്തിരി സൗഭാഗ്യങ്ങളാണ് ഈ നക്ഷത്രജാതകരെ തേടി വരാനിരിക്കുന്നത്. പ്രതീക്ഷിച്ച ഉയർച്ച ജീവിതത്തിൽ ലഭിക്കാതെ വന്നല്ലോ എന്ന വിഷമം ജീവിതത്തിൽ കാര്യമാക്കേണ്ട ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം തിരുവോണം. ഒരുപാട് ഭാഗ്യമുള്ള നക്ഷത്രമാണ്. വഴിപാടുകൾ മറക്കേണ്ട. അപ്പം, അട, അവൽ, കദളിപ്പഴം, തൃക്കൈവെണ്ണ, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തുക. ഭാഗ്യം നിങ്ങളോടൊപ്പമുണ്ട്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യമാകും. അടുത്ത നക്ഷത്രം മൂലം നക്ഷത്രമാണ്. ഭാഗ്യമാണ്. മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും ഈ നക്ഷത്രം. ഒരു സർക്കാർ ജോലി നിങ്ങൾക്ക് ലഭിക്കും. വിദേശ രാജ്യത്ത് പോകുവാൻ പരീക്ഷ എഴുതുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ആ പരീക്ഷയൊക്കെ വളരെ നിഷ്പ്രയാസം ജയിച്ച് നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോകുവാനുള്ള യോഗം വന്നു ചേരും. അടുത്ത നക്ഷത്രം തൃക്കേട്ട. ഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. വിചാരിച്ച കാര്യം നേടിയെടുക്കും. തൊട്ടടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്രത്തിനും ഭാഗ്യമാണ്, മഹാഭാഗ്യമാണ്. ഒരുപാട് ഉയർച്ച ഈ നക്ഷത്രജാതകരെ തേടിയെത്തും. അടുത്ത നക്ഷത്രം വിശാഖമാണ്. ഭാഗ്യമാണ്, ഒത്തിരി ഭാഗ്യമാണ്. വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. 40 വയസ്സിനു മേൽ ഇവർക്ക് 3 വീട് വയ്ക്കുവാനുള്ള യോഗം വന്നു ചേരും. തൊട്ടടുത്ത നക്ഷത്രം മകം പിറന്ന മങ്കയാണ്. ഭാഗ്യമാണ്. ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇനി അങ്ങോട്ട് ഉയർച്ചയാണ്, സമ്പത്താണ്, സമൃദ്ധിയാണ് വരാനിരിക്കുന്നത്. തൊട്ടടുത്ത നക്ഷത്രം പൂരമാണ്. മഹാഭാഗ്യത്തിൻ്റെ നാളുകളാണ് വരാനിരിക്കുന്നത്. ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ പൂരം നക്ഷത്ര ജാതകർക്ക് കഴിയും. ധനവർദ്ധനവ് ഉണ്ടാകും. കുടുംബത്തിൻ്റെ വിളക്കാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സമ്പൽ സമൃദ്ധിയാണ് വരാനിരിക്കുന്നത്. പുണർത നക്ഷത്ര ജാതകർക്കും തരക്കേടില്ലാത്ത ഭാഗ്യം വന്നു ചേരും. ഒത്തിരി സൗഭാഗ്യങ്ങൾ, സർക്കാർ ജോലിയൊക്കെ കിട്ടുവാനുള്ള യോഗം, ധനപരമായിട്ടുള്ള നേട്ടം ഇവയൊക്കെ ഉണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തിക. കീർത്തി കേൾക്കും. പക്ഷേ വഴിപാടുകൾ മറക്കരുത്. ക്ഷേത്രദർശനം, പ്രത്യേകിച്ച് മുരുകക്ഷേത്രത്തിലൊക്കെ പോയി ക്ഷേത്രദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അതുപോലെ ദേവീക്ഷേത്രത്തിൽ പോവുക. കുടുംബദേവത കാത്തുകൊള്ളും. അതുകൊണ്ട് കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. തീർച്ചയായും നിങ്ങൾക്ക് അഭിവൃദ്ധിയാണ്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി, നമസ്കാരം.